ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹംദാൻസ് വ്ലോഗ്. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ അതിലേക്ക് വെളുത്തുള്ളി വേണം. പച്ചമുളക് എരിവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടെടുക്കാം. ഞാനൊരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് മല്ലിയില, വേപ്പില, പിന്നെ 2 മുട്ട പുഴുങ്ങിയതും കൂടെ. ഇത്ര സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള ചെറുതായി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് വേവിക്കണം. അല്ലാണ്ട് ബ്രൗൺ കളറാവൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇപ്പം നമ്മുടെ സവാള നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുന്നേ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി 2 ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറിയ ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. പൊടികളുടെ പച്ചമണക്കം മാറിയ ശേഷം നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണിത്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണിത് കഴിക്കാനും. നമ്മളിതിലേക്ക് 2 മുട്ടയും കുറച്ച് മല്ലിയിലയും 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ പാലും എടുത്തിട്ടുണ്ട്. ഒരു ബൗളെടുത്ത് നമ്മൾ അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മല്ലിയിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്ത് വെച്ച പാലും കൂടെ ചേർത്ത് കൊടുത്ത് 1 നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ബ്രെഡാണ് ആവശ്യമായിട്ടുള്ളത്. ബ്രെഡ് ഇതുപോലെ വല്ല ബൗളോ, ഗ്ലാസിൻ്റെ ബൗളോ, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബൗളോ, അല്ലെങ്കിൽ ഒരു ഡപ്പയുടെ റൗണ്ട് ഷേപ്പിലുള്ള മൂടിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഈ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പുള്ളൊരു മൂടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഞാനൊരു പാക്കറ്റ് ബ്രെഡാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാ ബ്രെഡും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ബാലൻസ് വരുന്ന ഈ പീസുകളുണ്ടല്ലോ, അത് നമുക്ക് പൊടിച്ചിട്ട് ഒരു എയർ ടൈറ്റുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊന്നും വേസ്റ്റ് വരില്ല. എല്ലാ ബ്രെഡും നമ്മളിതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തതാണിത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് എടുത്തിട്ട് ഈ മൈദ കൊണ്ടുണ്ടാക്കിയ പേസ്റ്റ് അതിൻ്റെ 4 പുറം ചുറ്റും ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല തിക്കിൽ തന്നെ ഫില്ലിങ് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ചുറ്റും നമുക്ക് ഈ മൈദ കൊണ്ടുള്ള പശ തേച്ച് കൊടുക്കണം. ഇനി നേരത്തെ മാറ്റി വെച്ച ഫില്ലിങ്ങിൻ്റെ മുകളിൽ ഈ ബ്രെഡ് വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് അതിൻ്റെ വശങ്ങളൊക്കെ നല്ലപോലെ ഒട്ടി കിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും റെഡിയാക്കി എടുക്കാം. ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
എണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയുടെ ബാറ്ററിൽ ഫില്ല് ചെയ്ത ബ്രെഡ് നല്ലപോലെ ഡിപ്പ് ചെയ്ത ശേഷം ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു പുറം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം, സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ടും അതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് പുറവും കുക്കായി വന്ന ശേഷം നമുക്കിതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വശങ്ങളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. കണ്ടില്ലേ, ഇത് നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും മസ്റ്റായും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.